അല്ല, ഞാൻ അത് കെ സി വേണുഗോപാലിനൊരു ആത്മഹത്യയാകും എന്ന് കരുതുന്നില്ല. കാരണം ഇപ്പം നാളെ കെ സി വേണുഗോപാലിനൊരു പത്രസമ്മേളനം നടത്തി പറയാം, ഇത്രയും ദിവസം ഈ MLA-മാരുടെ പേര് പറഞ്ഞ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ച മാധ്യമങ്ങളെ അദ്ദേഹത്തിന് കുറ്റം പറയാം. അദ്ദേഹത്തിന് പറയാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ആരും വിശ്വസിക്കണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണല്ലോ, പ്രതിച്ഛായ നിർമ്മിതി ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ കെ സുധാകരൻ 3 ദിവസം ദില്ലിയിൽ കെട്ടിക്കിടന്നു. അദ്ദേഹത്തിൻ്റെ മയൂര അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്താതെ അദ്ദേഹം MLA ടിക്കറ്റിന് വേണ്ടി അദ്ദേഹം 3 ദിവസം അവിടെ ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ട് അവസാനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി അംഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവർ വഴി മാധ്യമങ്ങൾ കിട്ടിയ വാർത്ത ഉൾപ്പെടെയാണ് അദ്ദേഹം നിരാകരിച്ചത്. അപ്പോൾ അതെല്ലാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കെ സി വേണുഗോപാലിന് നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയാം. ഈ ചർച്ചയിൽ എൻ്റെ പേര് വലിച്ചഴിച്ച് എൻ്റെ പ്രതിച്ഛായ നശിപ്പിച്ച മാധ്യമങ്ങളെയൊക്കെ അദ്ദേഹത്തിന് വെറുതെ കുറ്റം പറഞ്ഞ് രസിക്കാം. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ പിൻവലിയുന്നതാണ്, ഇപ്പോൾ ഒന്ന് പിന്നോട്ടടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. കാരണം ഇപ്പോൾ കേരളത്തിലെ പൊതുജനാഭിപ്രായം അദ്ദേഹത്തിന് മൊത്തമായി എതിരാണ്. ഇപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? 6 മാസം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുജനാഭിപ്രായം മാറ്റിയെടുക്കാം. ഇവിടെ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അതിലും അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയെ നിശ്ചയിച്ച് ജയിപ്പിച്ചെടുക്കാം എന്നൊക്കെയാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതിയിൽ. നമുക്കറിയാം 2001 ഒരു ചരിത്രമുണ്ട്. 2001 ഇതുപോലെ 99 100 സീറ്റുമായിട്ട് കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നു. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ അതേ ദിവസം കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കി അന്ന് കെ കരുണാകരൻ വിലപേശി നേടിയെടുത്തു. പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കെ മുരളീധരൻ സ്വന്തം അച്ഛൻ പറയുന്നത് കേൾക്കാതെ AK ആന്റണി പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കരുണാകരൻ്റെ വിധം മാറി. അദ്ദേഹം ദിവസവും ഓരോ പത്രപ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി ആന്റണിക്കെതിരെ. അത് എന്നിട്ട് അവസാനം കോടത്ത് ഗോവിന്ദൻ നായരെ മത്സരിപ്പിക്കുന്നതിലും 2004 സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും TV ചിഹ്നത്തിൽ സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും അദ്ദേഹം DIC ഉണ്ടാക്കുന്നതിലും കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അടുത്ത 25 വർഷത്തേക്ക് ദുർബലമാകുന്നതിലും കലാശിച്ചു. ഇപ്പോൾ കെ സി വേണുഗോപാൽ പിൻവലിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കും, അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം തന്നെ കട്ടപ്പുകയാവും.